നമസ്തേ, വർണ്ണരൂപിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭദ്രകാളി പൂജയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം. ഇന്ന് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രമാണ്. ഭദ്രകാളിയെ ഉപാസിക്കുന്നവർക്ക് ശത്രുദോഷവും ദൃഷ്ടിദോഷവും ഏൽക്കുകയില്ല. കുംഭഭരണി വ്രതം എടുക്കുന്നവർക്ക് അഭീഷ്ട സിദ്ധിയാണ് ഫലം. ഇന്ന് രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി ഭദ്രകാളി സ്തുതി ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി സ്തുതി: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ സ്തുതി രാവിലെയും വൈകിട്ടും ചൊല്ലുക. ഇന്ന് ഭദ്രകാളി അഷ്ടോത്തരം, ഭദ്രകാളി 10 എന്നിവയും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. സാധിക്കാത്തവർ കേൾക്കുകയെങ്കിലും ചെയ്യുക. ഇന്ന് സാധിക്കുന്നവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക. കടുംപായസം, രക്തപുഷ്പാഞ്ജലി, പുഷ്പാഞ്ജലി ഇവയെല്ലാം ദേവീ പ്രീതിക്ക് വളരെയധികം നല്ലതാണ്. ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യവും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ദേവീ പ്രീതിക്കായി ഇന്നേ ദിവസം ഒരിക്കലെടുക്കുന്നതും വളരെ നല്ലതാണ്. വ്രതം നോൽക്കുന്നവർ പകലുറക്കം ഉപേക്ഷിക്കണം. വ്രതം എടുക്കുന്നവരും എടുക്കാൻ സാധിക്കാത്തവരും ഭദ്രകാളി ഗായത്രി ജപിക്കുക. ക്ഷേത്രത്തിൽ പോകുന്നവർ ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നവും ഈ കുംഭഭരണിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കഴിയുന്ന വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദേവി സർവ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കുന്നതാണ്. സകല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതുമാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.